വഴിമധ്യരാത്രിയിൽ കണ്ടെടോ തുൽഹത്തവർ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ സയ്യിദ് ഉമർ. തുൽഹത്തിനെ കാണാതെ അമീർ കുതിക്കുന്നതായി, അറിയാതെ പിന്നിൽ തുൽഹത്തും തുടരുന്നതായി. വേഗം നടന്നു കടന്ന അമീർ കുടിലൊന്നിലെ, ഇത് ചള്ളു തൊഴിലെന്നുള്ളിലും തുൽഹത്തിലെ. ഭവനം അതേതെന്നറിയുവാൻ വഴിയില്ല, അതിനാൽ തുൽഹത്തന്നതിൽ കടന്നില്ല. അതിരാവിലെ അറിയുന്നതാ ശരിയെന്ന് ഓർത്തിട്ടുടൻ തുൽഹത്തതാ മടങ്ങുന്നേ. നേരം പുലർന്നുടൻ ചെന്നടോ തുൽഹത്ത്, ചോദിച്ചു കൊണ്ട് കടന്നു വീടിനകത്ത്. പനനാരു കൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ. നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെൻ്റെ സൃഷ്ടാവുണ്ട്. രോഗത്തിലായി കിടപ്പായ നാൾ മുതലിന്നും വരും രാത്രിയിൽ ആരോ ഒരാളടുത്തെന്നും. കാഷ്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമെല്ലാം നീങ്ങുവാൻ ഉതകുന്നതാ. പുതിയെന്നെടുത്തവർ ഭക്ഷണം നൽകുന്നതാ, സുബ്ഹാന റബ്ബി തൽക്ഷണം മടങ്ങുന്നതാ. ഇത് കേട്ടുടൻ തുൽഹത്തതാ കരയുന്നേ, അറിവുണ്ടോ ഉമ്മ അതാരാണെന്ന്? കിസ്റ പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. കത്തിന് മറുപടി നൽകണം എന്നുള്ളതാ, റദ്ദുസ്സലാം പോലുള്ള ഹക്ക് അതിനുള്ളതാ. ഇത് ഇബ്നു അബ്ബാസ് എന്നവർ പറയുന്നതായി, തൈലമിശരിക്ക് റിവായത്തും ചെയ്യുന്നതായി. നീ രോഗിയായിട്ട് അഭിനയിക്കൽ മോശമാ, അതുകൊണ്ട് രോഗം വന്ന് കൂടും സത്യമാ. നിനക്കുള്ള ഖബർ കുഴിച്ചിടണ്ട മണ്ട, മരണം ക്ഷണം അതിനാൽ വരും അത് കൊണ്ടാ. വഹബ് ബിനു ഖൈസിൽ നിന്നു ദൈലമി എന്നവർ പറയുന്നതാ, നീ നോക്ക് ദുററുൽ മുന്തസിർ. മുന്തുക്കമിട്ട് നീ സകലവും തൂക്കേണ്ടതാ. ഇത് ജാബിറിൽ നിന്ന് ഇബ്നു മാജയിലുള്ളതാ. ഒറ്റക്കിരിക്കൽ എപ്പോഴും ഹൈറുള്ളതാ, ദുർമാഗിയോടിരിക്കുന്നതേക്കാൾ നല്ലതാ. മൂക്കിൻ്റെ രോമം പിഴുതുകളയൽ അബദ്ധമാ, അത് കുഷ്ഠരോഗം കാക്കുവാൻ ഉപയുക്തമാ. ഇതുപോലെ ബീവി ആയിഷ പറയുന്നതാ, ത്വബറാനി ദുററിൽ വ്യക്തമായി വിവരിച്ചതാ.